വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് ജനുവരി 1 ആഗോള സമാധാന ദിനമായി ആചരിക്കുന്ന ദിവസമാണത്. കത്തോലിക്കാ തിരുസഭ പ്രത്യേകമായും നൽകിയ സന്ദേശം ഞാൻ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വിവരിക്കുകയായിരുന്നു. സമാധാനം, പ്രത്യേകിച്ച് ജൂബിലി വർഷമാണിത്. 2025 മഹാജൂബിലിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈശോയുടെ പിറവിയുടെ 2025 വർഷവുമാണ്. അതിനോടനുബന്ധിച്ച് നൽകിയ ഈ സമാധാന സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറയുന്നത് ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന ആ ഒരു പ്രാർത്ഥനയാണ്. അത് നടപ്പാക്കാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. കടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കടക്കാരാണ്, പാപികളാണ്, കുറ്റമുള്ളവരാണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ക്ഷമിക്കണമേ എന്ന്, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ, കുറവുകൾ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു വലിയ ചലഞ്ചുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. ഈശോ ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ കൂട്ടിച്ചേർത്തു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന ആ ഒരു ക്ലോസ്. അതൊരു വെല്ലുവിളിയാണ്, നാം ജീവിക്കേണ്ട ഒരു കാര്യമാണ്. ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് സമാധാനം ലോകത്ത് വ്യാപകമാകുന്നതിന് ആവശ്യമായിരിക്കുന്ന കാര്യമാണ് മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങുന്നത്. 3 നിർദ്ദേശങ്ങൾ പരിശുദ്ധ പിതാവ് ഈ രേഖയിൽ വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാന ഭാഗത്ത് കേട്ടതുപോലെ പരിശുദ്ധ പിതാവ് ആദ്യം പറയുന്നത് കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കാനാണ്, സാമ്പത്തികമായി പറ്റുന്നിടത്തോളം ചെയ്യാനാണ്. മറ്റുള്ളവന് വെറും ഒരു ഔദാര്യം മാത്രം പോരാ, വെറും ഒരു ചാരിറ്റി പോരാ, ഒരു പരോപകാര പ്രവൃത്തി പോലെ ചിലത് ചെയ്താൽ പോരാ. വികസിത രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളോട് പ്രത്യേകം കടപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അവരുടെ പ്രകൃതിയെയും അവരെയും ഒക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് മാർപ്പാപ്പ അത് ആവശ്യപ്പെടുന്നത്. കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുക. അന്താരാഷ്ട്ര സംവിധാനങ്ങൾ വിപണിയുടെയും ധനതത്വശാസ്ത്രത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലും മാർപ്പാപ്പ നമ്മോട് പറയുന്നത് കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കണം എന്ന കാര്യമാണ്. ഇത് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് അന്താരാഷ്ട്ര രംഗങ്ങളിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലും അയൽക്കാരനോടുള്ള ബന്ധങ്ങളിലുമെല്ലാം അത് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവന് ചൂഷണം ഉണ്ടാകാതെ, അവൻ നശിച്ചു പോകാതെ, അവൻ തകർന്നു പോകാതിരിക്കാൻ വേണ്ടുന്നത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം, അത് സമാധാനത്തിനുള്ള ഒരു വഴിയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. മറ്റൊരു കാര്യം മനുഷ്യൻ്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് മാർപ്പാപ്പ പറയുന്നത്. അന്തസ്സ് എല്ലാ മനുഷ്യൻ്റെയും, മാർപ്പാപ്പയുടെ വാക്കുകളിലേക്ക് വരാം, ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാര്യങ്ങളിൽ മനുഷ്യജീവൻ്റെ അന്തസ്സിനെ മാനിക്കാനുള്ള ഉറച്ച ഒരു പ്രതിജ്ഞാബദ്ധത ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുകയാണ്. ജനനം മുതൽ കുഞ്ഞുങ്ങളോട്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, വയസ്സ് ചെന്നവരോട് അവരുടെ അന്തസ്സിനൊക്കെ കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ ഒത്തിരി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത് പറയുന്നത്. അന്തസ്സ് മനുഷ്യജീവൻ അതിൻ്റെ ഉത്ഭവ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന വലിയ സത്യം മാർപ്പാപ്പ ഈ ജൂബിലി വർഷത്തിൽ, പ്രത്യേകിച്ച് ഈ സമാധാന സന്ദേശത്തിൽ നമുക്ക് നൽകുകയാണ്. അങ്ങനെ ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതത്തെ വിലമതിക്കാൻ കഴിയണം, സാധ്യതയുണ്ടാകണം. എല്ലാവർക്കും, അവനും അവൾക്കും, പുരുഷനും സ്ത്രീക്കും, അവരുടെയും അവരുടെ മക്കളുടെയും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഭാവിയിലേക്ക് നോക്കാനും കഴിയുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും ഭാവിയിലേക്ക് നോക്കാൻ, അവൻ്റെ അന്തസ്സോടെ ജീവിക്കാൻ, അന്തസ്സ്
സംരക്ഷിക്കാൻ ഇടയാക്കണം. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഭാവി ഇല്ല. കുടിയേറ്റക്കാർ, നമുക്കറിയാം, അവഗണിക്കപ്പെടുന്നവർ ഒക്കെ ആളുകളുണ്ടല്ലോ. അവരെപ്പറ്റി ഓർക്കുക. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ ലോകത്തിന് പുതുജീവൻ കൈവരുമെന്ന് പ്രതീക്ഷിക്കാൻ യുവജനങ്ങൾക്ക് കഴിയാതെ, അവർക്ക് ജോലിയില്ല, അതൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ അന്തസ്സ് ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ എങ്ങനെ ഇത് ഉണ്ടാകും എന്ന ചോദ്യമാണ് പരിശുദ്ധ പിതാവ് ചോദിക്കുന്നത്. അപ്പം ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ചിന്തയിലേക്കും നമ്മൾ കടന്നു വരണം. ജീവസംസ്കാരം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതിന് ഉറപ്പുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി നിർദ്ദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: എല്ലാ രാജ്യങ്ങളിലും വധശിക്ഷ നിർത്തലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യജീവൻ, വധശിക്ഷ ഇല്ലാതാക്കണം. പല രാജ്യങ്ങളിലും അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തൊക്കെ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ശിക്ഷ ജീവിതത്തിൻ്റെ അലംഘനീയതയ്ക്ക് അപവാദം മാത്രമല്ല, ക്ഷമയുടെയും പുനരധിവാസത്തെയും എല്ലാ മനുഷ്യ പ്രതീക്ഷകളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. വധശിക്ഷ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ക്ഷമ കൊടുക്കുന്നില്ല. പുനരധിവാസം, വീണ്ടും അവനെ ഒന്ന് നന്നാക്കാനുള്ള ഒരു അവസരം നശിപ്പിക്കുന്നു. അതിനുപരിയായിട്ട് എല്ലാ പ്രതീക്ഷകളും നശിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ അലംഘനീയമായ ഒരു ഭാഗമാണ് അവൻ വധിക്കപ്പെടാൻ പാടില്ല. കൊല്ലരുത് എന്ന കൽപ്പനയിൽ നിന്ന് വരുന്നതാണിത്. മനുഷ്യനെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. അവൻ തെറ്റുകാരനായിരിക്കാം. അവിടെയാണ് കർത്താവ് കാരുണ്യം കാണിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആളുകളോട് കരുണയോടെ ക്ഷമിക്കാൻ. ജയിലിൽ കിടത്തിയാൽ മതിയല്ലോ എന്ന് പറയുന്നവരുണ്ട്. വളരെ കൊടും ക്രൂരത ചെയ്യുന്ന ആളുകളാണ് സമൂഹത്തിന് ഭയങ്കരമായ ശല്യമാണെങ്കിൽ അവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ, ജീവനെടുക്കണ്ട എന്ന നിലപാടാണ് സഭ അടുത്ത കാലത്ത് എപ്പോഴും പറയുന്നത്. കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അത് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അതിവിടെ ഈ മാർപ്പാപ്പയും പ്രത്യേകിച്ച് ജൂബിലിയുടെ സന്ദേശത്തിൽ, സമാധാനത്തിൻ്റെ സന്ദേശത്തിൽ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി മാർപ്പാപ്പ എടുത്തു പറയുന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞത്. അതിലൊന്ന് കടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുക, 2 മനുഷ്യ അന്തസ്സ് എല്ലാ മനുഷ്യരുടെയും മാനിക്കുക. വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയുടെയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും പാത പിന്തുടർന്നുകൊണ്ട് ഞാനിത് പറയുന്നു എന്നാണ് പാപ്പ വിശേഷിപ്പിച്ചത്. ഭാവി തലമുറയ്ക്ക് വേണ്ടി മറ്റൊരു അഭ്യർത്ഥന കൂടി നടത്താൻ ഞാൻ മടിക്കുന്നില്ല. നാളത്തെ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പട്ടിണി ഇല്ലാതാക്കുന്നതിനും ദരിദ്ര രാജ്യങ്ങളിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഫണ്ട് രൂപീകരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരോടും. എന്തിനാണ് അതിൻ്റെ അർത്ഥം? ആയുധങ്ങൾക്കായി എന്തുമാത്രം പണമാണ് ലോകം, രാഷ്ട്രങ്ങൾ ചെലവഴിക്കുന്നത്. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും, അതാ പാപ്പ പറയുന്നത്, നമുക്ക് ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം, പരിശീലനം, ബോധവൽക്കരണം ലോകത്തുണ്ടാകുന്നതിന് പരിശ്രമിക്കാമെന്നാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? യുദ്ധങ്ങളാം കൊണ്ട് എന്തുമാത്രം നാശമാണ് ഉണ്ടാകുന്നത്. ഒന്നിനും അത് ഉപകരിക്കുന്നില്ല, നാശം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, പട്ടിണി ഇല്ലാതാക്കുന്നതിനും ദരിദ്ര രാജ്യങ്ങളിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഉള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ഒരു ഫണ്ടുണ്ടാക്കുകയും അത് യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന, ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന തുകയിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് ഇവിടെ വയ്ക്കുന്ന 3-ാമത്തെ നിർദ്ദേശം.
ഏത് രീതിയിലായാലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാനുള്ള അഭിലാഷവും ഭാവി നിരാശാജനകമാണെന്ന തോന്നലും യുവജനങ്ങളിൽ ഇല്ലാതാക്കാൻ നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. കൊലയ്ക്ക് കൊല, എൻ്റെ അപ്പനെ കൊന്നു, അതുകൊണ്ട് ചെറുപ്പക്കാർ അതിന് പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്ന ചിന്തയോടെ നീങ്ങുന്ന ആളുകളുണ്ടല്ലോ. അതിനെ അറുതി വരുത്തണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പ്രിയപ്പെട്ട, രക്തത്തിന് പ്രതികാരം ചെയ്യാനുള്ള അഭിലാഷവും ഭാവി നിരാശാജനകമാണെന്ന തോന്നലും യുവജനങ്ങളിൽ ഇല്ലാതാക്കാൻ നാം പ്രവർത്തിക്കണം. എല്ലാം തകർന്നടിഞ്ഞു, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന, എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടാകണം, സൗകര്യം ഉണ്ടാകണം, ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും വ്യാപൃതരാകണമെന്ന നിർദ്ദേശമാണ് പാപ്പ വയ്ക്കുന്നത്. കഴിഞ്ഞ പരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനും, നമുക്ക് തെറ്റുകൾ പറ്റി പരാജയങ്ങളുണ്ടായി, വീഴ്ചകൾ വന്നിട്ടുണ്ട്, സമാധാനത്തിൻ്റെ പുതിയ പാതകൾ തുറക്കാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ മുമ്പിലുള്ള ഭാവി, നമ്മുടെ ഫ്യൂച്ചർ, വരും കാലം. അപ്പോൾ ആ തരത്തിൽ ജീവിക്കാനുള്ള ഒരു സന്ദേശം നൽകണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് മാർപ്പാപ്പ ഈ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് പ്രത്യാശയുടെ യാത്ര പുറപ്പെടുന്നവർ തീർച്ചയായും സമാധാനമെന്ന വലിയ ലക്ഷ്യത്തിൻ്റെ പ്രഭാതം നേരിൽ കാണും. ഒരു സമാധാനം ഉള്ള ഒരു ലോകം ഉണ്ടാകുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പാപ്പ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തകൻ നമ്മോട് പറയുന്നു, സങ്കീർത്തനത്തിൽ നിന്നുള്ളൊരു വചനം പരിശുദ്ധ പിതാവ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. അതിങ്ങനെയാണ്, 85 തിരുവചനമാണ്. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്ന ഒരു ലോകം, കാരുണ്യവും വിശ്വസ്തതയും ആശ്ലേഷിക്കുന്ന ഒരു ലോകം, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുന്ന ഒരു ലോകം. സങ്കീർത്തകൻ 85:10. ഇതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. ആ സ്വപ്നമുണ്ടാകുമെന്നാണ്. ആയുധത്തിൻ്റെ കീർത്തി ഉപേക്ഷിച്ച് കാണും, വലിയ ആയുധങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം, യുദ്ധങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ആളുകളില്ലാത്ത മനുഷ്യരെ കൊണ്ടുള്ള യുദ്ധങ്ങളൊക്കെയാണ്. ഇപ്പോൾ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, റഷ്യൻ യുദ്ധത്തിലും പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. പാലസ്തീൻ, നമുക്കറിയാം, ഇസ്രായേൽക്കാരുടെ യുദ്ധത്തിലൊക്കെ നിർമ്മിത യന്ത്രങ്ങൾ വഴിയാണ്, നിർമ്മിത ബുദ്ധി വഴിയാണ് കൂടുതലും ആക്രമണങ്ങൾ ഉണ്ടായത്. അത് കൂടുതൽ ആൾനാശത്തിനും കാരണമായിട്ടുണ്ട് എന്ന പഠനങ്ങളൊക്കെ വായിക്കാനിടയായത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആയുധങ്ങൾ, ഇത്ര ഭയങ്കരമായ ആയുധങ്ങൾ ഉണ്ടാക്കി എന്ന കീർത്തിയല്ല പ്രധാനം, അത് ഉപേക്ഷിക്കണം. എന്നിട്ട് എൻ്റെ ഒരു സഹോദരനോ സഹോദരിക്കോ പ്രത്യാശയുടെ പാത പുനഃസ്ഥാപിക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവിക നീതി പുനഃസ്ഥാപിക്കുന്നതിൽ ഞാൻ പങ്കാളിയാകുന്നു എന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത് എന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ പറയുകയാണ്. അപ്പം നമ്മളിതാണ് ചെയ്യേണ്ടത്. മറ്റു വ്യക്തിയോടൊപ്പം ഞാൻ സമാധാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധനായ 23-ാം ജോൺ മാർപ്പാപ്പ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഉത്കണ്ഠയുടെയും യുദ്ധഭീതിയുടെയും നിരായുധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും മാത്രമേ യഥാർത്ഥ സമാധാനം ജനിക്കുകയുള്ളൂ. ഭൂമിയിൽ സമാധാനം എന്ന ചാക്രിക ലേഖനത്തിൽ എഴുതിയൊരു വചനമാണിത്. എന്താണ്? ഉത്കണ്ഠ നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം, യുദ്ധഭീതി നമുക്കില്ലാതെ ആകണം. അത് വരണമെങ്കിൽ എന്താണ്? ഹൃദയത്തിൽ നിന്ന് ആയുധങ്ങൾ എടുത്തു മാറ്റണം. നിരായുധീകരിക്കപ്പെട്ട ഹൃദയം, യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന, അതിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ സംജാതമാകണം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, 2025 സമാധാനം തഴച്ചു വളരുന്ന ഒരു വർഷമാകട്ടെ. ഉടമ്പടികളുടെയും മാനുഷിക വിട്ടുവീഴ്ചയുടെയും വിശദാംശങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കപ്പുറമുള്ള യഥാർത്ഥവും ശാശ്വതവുമായ ഒരു സമാധാനമുണ്ടാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിരിക്കാതെ യഥാർത്ഥ സമാധാനമുണ്ടാകണം. നിരായുധീകരിക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആയുധത്തിലെ കൊതിക്കാത്ത, നമ്മുടെ ഹൃദയത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കാത്ത
ഒരു ഹൃദയങ്ങൾക്ക് ദൈവം നൽകുന്ന യഥാർത്ഥ സമാധാനം നമ്മൾ അന്വേഷിക്കണം എന്ന് പാപ്പ പറയുകയാണ്. എൻ്റേതെന്നും നിൻ്റേതെന്നും കണക്കാക്കാൻ മനസ്സില്ലാത്ത ഹൃദയമാണ്. അങ്ങനെ തരംതിരിച്ച് കാണാത്ത ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ഒരു പൊതു ഹൃദയം, സ്വാർത്ഥതയെ മറ്റുള്ളവരിലേക്ക് എത്താനുള്ള സന്നദ്ധതയാക്കുന്ന ഹൃദയം. നമുക്കറിയാം, സ്വാർത്ഥതയ്ക്ക് പകരം മറ്റുള്ളവരിലേക്ക് നമ്മൾ ചെന്നെത്തുന്ന ഒരു ഹൃദയം, സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തങ്ങൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നവരായി തിരിച്ചറിയുകയും അങ്ങനെ മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഹൃദയങ്ങളാണ് നമുക്കാവശ്യം, നമുക്കുണ്ടാകേണ്ടത്. അത് മനോഹരമാണത്. നമ്മൾ ഓർത്ത് നോക്കൂ. നല്ലൊരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള വിഭവങ്ങളാകാൻ ഓരോ വ്യക്തിക്കും കഴിയുമെന്ന പ്രതീക്ഷയോടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ മാറ്റിസ്ഥാപിക്കുന്ന ഹൃദയത്തിൻ്റെയാണ്. കുറേ കൂടെ വിട്ടുവീഴ്ചയും സ്നേഹവും കരുണയും അനുകമ്പയും ആർദ്രതയും എല്ലാം ഈ ലോകത്തുണ്ടാകണം. മനുഷ്യൻ്റെ നന്മയ്ക്ക് അത് ആവശ്യമാണ്. ഈ ഒരു ചിന്ത എത്രയോ മനോഹരമായിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ഹൃദയങ്ങളെ നിരായുധീകരിക്കുക എന്നത് ചെറിയവരുടെയും വലിയവരുടെയും പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും എല്ലാം ചുമതലയാണ്. എല്ലാവരിലും ഈ മാറ്റം ഉണ്ടാകണം. തുറന്ന ഹൃദയം ഈ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കുണ്ടാകണം. ചില സമയങ്ങളിൽ ഒരു ചിരി മതിയായിരിക്കും. ഇപ്പോൾ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഈ ലോകത്തെ സൗഹൃദത്തിൻ്റെ ഒരു ചെറിയ അടയാളം മതിയായിരിക്കും. ഒരു കൈകൊടുക്കലായിരിക്കാം, ദയയുള്ള ഒരു നോട്ടം, ശ്രമിക്കാനുള്ള സന്നദ്ധത, ഒരു നല്ല പ്രവൃത്തി തുടങ്ങിയ നിസ്സാര കാര്യങ്ങൾ മതിയാകും ഈ ലോകത്ത് കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ. മാർപ്പാപ്പ പറയുകയാണ്, അതാണ് പ്രധാനം. നമുക്കൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, പരിതോവസ്ഥകളിൽ അതാണല്ലോ പ്രധാനം. ഇത്തരം പ്രവൃത്തികളിലൂടെ നമ്മൾ സമാധാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഹോദരീ സഹോദരന്മാരോടൊപ്പമുള്ള യാത്രയാണത്. പുറപ്പെട്ടപ്പോഴത്തെ എന്നതിനേക്കാൾ പരിവർത്തനം സംഭവിച്ചു എന്ന് കണ്ടെത്തിയാൽ, നമ്മളിങ്ങനെ ആരംഭിക്കുന്നു, ഇത് പതുക്കെ പതുക്കെയാണ് വരുന്നതെങ്കിലും അത് ഉണ്ടാകണം. നമ്മൾ കൂടുതൽ വേഗത്തിൽ എത്തിച്ചേരും. നമ്മൾ മാറിയിട്ടുണ്ട്, കൂടുതൽ മെച്ചമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ്. സമാധാനം വരുന്നത് യുദ്ധങ്ങളുടെ അവസാനത്തോടെ മാത്രമല്ല. യുദ്ധങ്ങൾ തീർന്നത് കൊണ്ട് മാത്രം സമാധാനം വരില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേലും ഗാസയും ഒക്കെ തമ്മിൽ വെടിനിർത്തലൊക്കെ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ. നമ്മൾ വേഗത്തിൽ അതിന് പിന്നെ എന്താ വേണ്ടത്? യുദ്ധത്തിൻ്റെ അവസാനം മാത്രമായില്ല, ഒരു പുതിയ ലോകത്തിൻ്റെ ഉദയത്തോടെയുമാണ് ഈ സമാധാനം ഉണ്ടാകുന്നത്. പുതിയ ലോകമുണ്ടാകണം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ സത്യത്തിൻ്റെ, നീതിയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ മൂല്യങ്ങളാൽ നിർമ്മിതമായൊരു ലോകം അതുണ്ടാകണം. നമ്മൾ വിചാരിച്ചതിലും വ്യത്യസ്തരും അടുപ്പമുള്ളവരും സാഹോദര്യമുള്ളവരുമാണ് എന്ന് നാം തിരിച്ചറിയുന്ന ഒരു ലോകം. മറ്റു മനുഷ്യരെ നമ്മൾ കൂടുതൽ വിചാരിച്ചതിലും വ്യത്യസ്തരാണ്, അടുപ്പമുള്ളവരുമാണ്, സാഹോദര്യമുള്ളവരുമാണ്. കർത്താവേ, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഇതാണ് മാർപ്പാപ്പയുടെ പ്രാർത്ഥന. എന്നിട്ട് മാർപ്പാപ്പ പറയാൻ, രാഷ്ട്രത്തലവന്മാർക്കും ഗവൺമെൻറ് മേധാവികൾക്കും അന്താരാഷ്ട്ര സംഘടനാ നേതാക്കൾക്കും വിവിധ മതങ്ങളുടെ നേതാക്കന്മാർക്കും സുമനസ്സുകളായ ഓരോ വ്യക്തിക്കും മാർപ്പാപ്പ പറഞ്ഞു പുത്തനാണ്ടിൻ്റെ മത്സരങ്ങൾ, ആശംസകൾ. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം പരിശുദ്ധ പിതാവ് അവസാനിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയും നമ്മുടേതാക്കാം. കർത്താവെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ക്ഷമയുടെ ഈ ചക്രത്തിൽ നിൻ്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയത്തിൽ സ്വയം നിരായുധീകരിക്കപ്പെട്ടവർക്കായി നിനക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം, തങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ കടങ്ങൾ ക്ഷമിക്കാൻ പ്രത്യാശയോടെ തിരഞ്ഞെടുക്കുന്നവർക്കും നിന്നോടുള്ള കടം ഏറ്റുപറയാൻ മടിയില്ലാത്തവർക്കും പാപങ്ങളുടെ നിലവിളികൾ ചെവി അടയ്ക്കാത്തവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. മനോഹരമായൊരു സന്ദേശമാണ് പരിശുദ്ധ പിതാവ്, വളരെ പ്രായോഗികമായ ഒരു സന്ദേശമാണ് ഈ കൊല്ലത്തെ
സമാധാന ദിനത്തിനായി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ചിന്തകൾ കൂടിയാണത്. അത് ഗൗരവപൂർവ്വം സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ജീവിക്കാനും വേണ്ടുന്ന അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ഇടയാകട്ടെ.